my god. Секреты я вам Mr. Mahmoud. ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഉള്ളത് ലക്ഷോറിലെ കർണാടക ടെമ്പിളിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് ടെമ്പിളാണ്. ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എൻട്രൻസ് ഇല്ല. നമ്മൾ പെർമിഷൻ എടുത്ത് ഇവിടെ വന്നു നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ പെർമിഷൻ എടുത്തിട്ട് അങ്ങനെ ഒരു ഈ ടെമ്പിളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയയാണ്. ഇത് 336 BC ബിൽഡപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പിളാണ്. ബിഫോർ ക്രൈസ്റ്റിന് മുമ്പായിട്ട് ഗ്രീക്ക് റോമൻ പീരീഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ആരും തന്നെ ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ പോകുന്ന ട്രാവലിൽ. അപ്പോൾ നിങ്ങൾ ഈജിപ്തിൽ വരണമെങ്കിൽ ലക്സോറിൽ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കർണാടക ടെമ്പിളിൽ വരണമെന്നുണ്ടെങ്കിൽ ഇതിന് എൻട്രി പാസ് എടുക്കാനായിട്ട് 200 ഈജിപ്ഷ്യൻ പൗണ്ടുകൾ, നമ്മുടെ കറൻസി നോക്കണേ നിയർലി 600 INR വരുന്നുള്ളൂ. സോ യു ജസ്റ്റ് ട്രൈ. സി യു. നമ്മുടെ ഫ്രണ്ട് അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തതിനാണ്. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. നമ്മുടെ ഈജിപ്റ്റ് പാർട്ട് നമ്പർ 2 വരികയാണ്. ഇന്ന് നമ്മുടെ ഇവിടെ ഒരു ടൂർ ഗൈഡ് ഉണ്ട്. ആള് ഇവിടെ വിശദമായിട്ട് തന്നെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. ആളുടെ പേര് പറഞ്ഞു, പക്ഷെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരു ലോങ് ആയിട്ടുള്ള ഒരു പേരാണ്, വലിയ നീട്ടമുള്ള ഒരു പേരാണ്, എനിക്ക് ഓർമ്മ കിട്ടില്ല. അപ്പോൾ ആള് ഇതിൻ്റെ കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ കേട്ടുകൊണ്ട് ഇത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുക. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ കർണാടക ടെമ്പിളിൽ എത്തിയിരിക്കുന്നത്. കർണാടക ടെമ്പിൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, അതിമനോഹരമായുള്ള ഒരു സൈറ്റാണ്. ശരിക്കും ഈജിപ്തിൽ നമ്മൾ വരുമ്പോഴേക്കും ധാരാളം ടെമ്പിൾസ് ഇതുപോലെ തന്നെ ഉണ്ട്. ഈ ടെമ്പിൾസ് എല്ലാം തന്നെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അത്രക്കധികം സാംസ്കാരികമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈജിപ്ത്. അതിൽ ഈ കർണാടക ടെമ്പിൾ വളരെയധികം പ്രത്യേകതയുള്ളതാണ്. ഇതാണ് ഒരു ലാർജസ്റ്റ് ടെമ്പിളാണ് എൻ്റയർ ഈജിപ്തിൽ വെച്ചിട്ടുള്ള. പിന്നെ അത് കൂടാതെ തന്നെ ഈ ടെമ്പിൾ ബിൽഡ് ചെയ്യാനായിട്ട് ഏകദേശം 1000 വർഷത്തോളം എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ലേ, എമ്മാതിരി വലിയ വലിയ തൂണുകളാണല്ലോ ചുറ്റും, നമ്മളെ ചുറ്റും കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും വലിയൊരു ടെമ്പിളൊക്കെ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ കല്ലുകൾ, ഈ തൂണുകളൊക്കെ എടുക്കാനായിട്ടുള്ള മെഷീനുകളോ ക്രെയിനുകളോ അങ്ങനെയുള്ള സൗകര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്തപ്പോഴാണ് ഇത്രയും നല്ലൊരു വലിയൊരു ടെമ്പിൾ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു കോഡായിട്ടുള്ള അമൗണ്ടായിട്ടുള്ള ഇൻട്രാക്ഷൻസ് പലപ്പോഴും ഈജിപ്ഷ്യൻസ് നടത്തിയിരുന്നത് ഈ ടെമ്പിളിൽ വെച്ചിട്ടാണ്. ഒരുപാട് പ്രത്യേകതകളാണ്. നമ്മൾ ചുറ്റും ഒന്ന് നോക്കുക, കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം എത്രത്തോളം വളരെയധികം ഒരു അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ ലക്സോർ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. കർണാടക ടെമ്പിളിൻ്റെ വളരെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് ലക്സോർ ടെമ്പിൾ. ഇപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരെല്ലാം തന്നെ ലക്സോറിലും വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വെൽക്കം ടു ലക്സോർ ടെമ്പിൾ. ലക്സോർ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, 2 തീരങ്ങളാണ്, ഈസ്റ്റും വെസ്റ്റും ആയിട്ട്. അപ്പോൾ അതിനകത്ത് ഈ നടുക്കൂടിയാണ് ഈ നൈൽ റിവർ പോകുന്നത്. ഭയങ്കര ലോങ്സ്റ്റ് റിവറാണ്. അപ്പോൾ ഇതിൻ്റെ
നമ്മൾ ക്രോസ് ചെയ്യണത് ഇവിടെയുള്ള നല്ല മനോഹരമായിട്ടുള്ള കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. പകല് വെളിച്ചമുള്ളപ്പോൾ നല്ല രസമാണ് പോകുന്ന കാണാനായിട്ട്. അപ്പോൾ രാത്രി നമ്മൾ നൈറ്റും എന്താ പറയുക കുറച്ച് മ്യൂസിക്കൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതധികം സമയം എടുക്കില്ല ശരിക്കും, ഒരു 20-25 മിനിറ്റുകളിൽ ഈ തീരത്തിന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലായിട്ടാണ് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഉള്ളത്. അപ്പോൾ കൂടുതലും ആൾക്കാർ വെസ്റ്റ് ബാങ്കിലാണ് വന്ന് സ്റ്റേ ചെയ്യാറുള്ളത്, കാരണം അവിടെയാണ് കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് അക്ഷപത് മോർസറി ടെമ്പിളാണ്. ഇത് വളരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് മൂവീസിലൊക്കെ ഈ ടെമ്പിൾ. മുന്നോട്ട് പോകുമ്പോഴേക്കും അതിൻ്റെ ഭാഗങ്ങൾ ഓർമ്മ കിട്ടും, നമ്മളെവിടെയെങ്കിലും കണ്ടു മറന്നിട്ടുള്ള ഭാഗങ്ങളുമായിട്ട്. നല്ല അട്രാക്റ്റീവ് തന്നെയുണ്ട് ഈ ടെമ്പിള്. പിന്നെ ഇതിൻ്റെ അകത്താണ് തൂത്തൻഹാമൻ്റെ മമ്മി ഇരിക്കുന്നത്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മമ്മി തന്നെയാണ്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗോൾഡും ഡയമണ്ടും കുറേ പുരാതന വസ്തുക്കളൊക്കെ ഈ മമ്മി ഡിഗ് ചെയ്തപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് മമ്മിഫൈ ചെയ്ത് വെച്ചേക്കുന്നതും കാണാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ അതെല്ലാം ആ കാലഘട്ടത്തിലൊക്കെ അത്രയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം. രണ്ട് വലിയ മുതലക്കുട്ടന്മാരുടെ കുട്ടികളാണ് തോന്നുന്നു കിടക്കുന്നത്. അപ്പോൾ ഇവരെ എണീപ്പിക്കാനായിട്ട് ആൾ വടിയൊക്കെ വെച്ചിട്ട് അടിക്കുന്നുണ്ട്. നമ്മുടെ നേരെ മുതല വരുമെന്ന് അറിയില്ല. അപ്പോൾ അധികം നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല, നമ്മൾ വഴിമാറി പോവുകയാണ് മുതലാളുടെ അടുത്തുനിന്ന്. നമ്മൾ ഏത് രാജ്യത്തിലും അവിടുത്തെ ഒരാളുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇന്ന് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഇവിടെ ഒട്ട ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു പയ്യനെ കിട്ടില്ലേ, ആ പയ്യൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ പുള്ളിയുടെ ഫാദർ എനിക്ക് ഫുഡൊക്കെ വിളമ്പിട്ടുണ്ട്. അടിപൊളി വീടും നല്ലൊരു മച്ചാനും ഉണ്ട് പുള്ളിക്കാരൻ.
ഈജിപ്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടുള്ളത് ഒരു പ്ലേസ് തന്നെയാണ് അലക്സാണ്ട്രിയ. അലക്സാണ്ട്രിയ ശരിക്കും ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റിയാണ്. മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം ഈജിപ്റ്റ് ഒരു ആഫ്രിക്കൻ കൺട്രിയുടെ അതിൻ്റെ ആയിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ അലക്സാണ്ട്രിയ വരുമ്പോൾ നമുക്കിവിടെ മുഴുവൻ വെള്ളക്കാരും ആ ഒരു ചില്ലിങ്ങും ആ ഒരു വൈബൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നിറച്ച് ബീച്ചസ്, സീ ഫുഡ്, എന്താ രസം. നല്ലൊരു 2-3 ദിവസമൊക്കെ റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റണ ഒരു പ്ലേസ് തന്നെയാണ്. ഇടയ്ക്ക് ഒരു ട്രിപ്പും ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഈ സ്ഥലത്തിന് അലക്സാണ്ടർ എന്ന പേര് വരാനൊരു കാരണമുണ്ട്. കിങ് അലക്സാണ്ടർ ഇവിടെ വന്ന് റൂൾ ചെയ്യും. ആ ടൈമിൽ വന്നപ്പോഴേക്കും ആളുടെ പേര് തന്നെയാണ് ഈ സിറ്റി അറിയപ്പെടുന്നത്, അലക്സാണ്ട്രിയ എന്നുണ്ട്. അപ്പോൾ ആളുടെ പേരിൽ തന്നെ ഒരു ലൈബ്രറിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ മാത്രമല്ല നല്ല നല്ല സൈറ്റുകളൊക്കെയാണ് കാണാനൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു വെള്ളക്കാരുടെ ഒരു അനുഭവം എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. കെയറോന്ന് ആകെ 1 മണിക്കൂർ ദൂരം വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കെയറോ എയർപോർട്ടിൽ വന്നിറങ്ങുകയാണെങ്കിൽ 1 മണിക്കൂർ നമുക്ക് വരാവുന്ന ദൂരമുള്ളൂ. മിസ് ചെയ്യരുത് എന്നുള്ളൊരു ഒപ്പീനിയൻ സ്ട്രോങ് ആയിട്ട് തന്നെ പറയാനുണ്ട്. അപ്പോൾ അലക്സാണ്ട്രിയയിൽ നമ്മളിന്ന് സെറ്റ് ഓഫ് ആകാനാണ് ഇന്നത്തെ ദിവസം. The home of the Polish Center and the Alexandrian University. Firstly, the place wasn't like this as you see now, but it was all covered and building here. So we start to digging here. ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് അലക്സാണ്ടറിൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ സിറ്റഡലാണ്. സിറ്റഡലിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും ഒരു നീല വെള്ളവും പിന്നെ ഉള്ളിലുള്ള വെള്ളമല്ല, ജിന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ലാതെയുള്ളൊരു വെള്ളവും നിറച്ച് ബോട്ടും പിന്നെ നല്ല സീ ഫുഡും ഒക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ ആംബിയൻസ് തന്നെയാണ്. അതൊരു 1.5 ആംബിയൻസ് തന്നെയാണത്. നമുക്ക് ഒരു അനുഭവിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ബ്രീസൊക്കെ അടിക്കുമ്പോൾ തന്നെ എന്താ സന്തോഷം എന്ന് പറയും മനസ്സിൽ. ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത് ഈ ഒരു പ്ലേസ്.